वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे शेखरां लोचनत्रय संयुक्तां पूर्णेन्दु सदृशाननाम् अतसी पुष्पवर्णाभां सुप्रतिष्ठां सुलोचनां नवयौवनसम्पन्नां सर्वाभरणभूषितां ഇത് പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ തിരുനട. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രഭൂമിയുടെ കാഴ്ചകളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. തൃശ്ശൂർ ജില്ലയുടെ ഭാഗമാണ് ക്ഷേത്രഭൂമി. എന്നാൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി പ്രദേശത്താണ് ക്ഷേത്രഭൂമി ഉള്ളത്. പാലക്കാടിനും തൃശ്ശൂരിനും ഒത്ത മധ്യത്തിൽ നിലകൊള്ളുന്ന ക്ഷേത്രം. ക്ഷേത്രവിശ്വാസങ്ങൾ അറിയുവാനായി ഒത്തുചേർന്ന ഈ ദിവസം ആദ്യം കാണാം ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. ഇടയ്ക്കിടയ്ക്ക് കുടുംബാംഗങ്ങൾ ഒരുമിച്ചും ഒറ്റയ്ക്കും സാധുക്കളുടെ വീടുകളും ആസ്പത്രി, അനാഥാലയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശിച്ച് അവിടെയുള്ളവരെ കണ്ട് സ്നേഹാന്വേഷണം നടത്തുന്നതും അവർക്ക് വേണ്ട സേവനം ചെയ്യുന്നതും നല്ലതാണ്. സ്നേഹത്തോടു കൂടിയുള്ള നമ്മുടെ ഒരു വാക്ക് എത്ര പണം നൽകുന്നതിനേക്കാളും അവർക്ക് ആശ്വാസം പകരും. ഇതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് വിശാലത കൈവരും. വിശാലമായ സ്നേഹത്തിൻ്റെ അർത്ഥം അമ്മയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാനാകട്ടെ നമുക്ക്. നിത്യാനന്ദകരി വരാഭയകരി സൗന്ദര്യരത്നാകരി നിർദൂതാഖില ഘോര പാവനകരി പ്രത്യക്ഷ മാഹേശ്വരി പ്രാളേയാചലവംശ പാവനകരി കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി. ദേവീരൂപ സാന്നിധ്യമുള്ള വലിയ സ്വാഗത കവാടം. സ്വാഗത കവാടത്തിൻ്റെ ഇരുവശങ്ങളിലുമായി കാണുന്ന കോഴിയുടെ രൂപം. അത് കഴിഞ്ഞ് പടവുകൾ കടന്ന് അകത്തേക്ക് വന്നാൽ നാം എത്തുന്നത് ഒരു വലിയ ആൽത്തറയിൽ. ഇന്ന് നാം കാണാൻ പോകുന്ന പഴയന്നൂർ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ തുടക്കത്തിലെ കാഴ്ചകൾ ഇതാണ്. ഈ ആലിന് ഉണ്ണി ആൽത്തറ എന്നാണ് അത്രേ പറയുന്നത്. ഉണ്ണി ആൽത്തറയ്ക്ക് ഒരു സവിശേഷതയുള്ളത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനം എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു അരയാൽ നിൽക്കുന്നത് കൊണ്ടും ഉണ്ണി ആൽത്തറ എന്ന ഒരു സങ്കല്പമുള്ളത് കൊണ്ടും തന്നെ
ഭക്തർ വളരെ ഭക്തിയോടെ ക്ഷേത്രത്തിലെത്തുന്ന അതേ പുണ്യത്തോടു കൂടിയാണ് ഇവിടെ ഈ ആൽത്തറയെ സംരക്ഷിക്കുന്നത്. തിരക്കിട്ട് ഈ വഴി കടന്നു പോകുന്നവർ ഓടി ക്ഷേത്രഭൂമിയിലേക്ക് ദർശനത്തിന് പോയില്ലെങ്കിലും ഓടി വന്നൊന്ന് ഉണ്ണിയാൽത്തറയെങ്കിലും വന്ദിച്ചിട്ടേ പോകാറുള്ളൂ. പഴയന്നൂരിൻ്റെ ഈ കാഴ്ച കാണുമ്പോൾ, ഈ ഗോപുരം കാണുമ്പോൾ ഇവിടേക്ക് വരണം എന്ന മനസ്സിലൊരാഗ്രഹം തോന്നുന്നുണ്ട്. തീർച്ചയായും അതിനു വേണ്ടുന്ന വഴി ഇങ്ങനെയാണ്. തൃശ്ശൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ വടക്കാഞ്ചേരി വന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് തിരുവല്ലുവാമലയിലേക്ക് വരണം. തിരുവല്ലുവാമല എത്തുന്നതിന് മുൻപ് 6.5 കിലോമീറ്റർ മുമ്പാണ് പഴയന്നൂരുള്ളത്. തൃശ്ശൂരിൽ നിന്നും ഇങ്ങനെ എത്താം. പാലക്കാട് നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് പോകുന്ന വഴിക്ക് ഏതാണ്ട് 40 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് പഴയന്നൂർ എത്തുന്നത്. പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്നും ഒരേ ദൂരമാണ് ഇവിടേക്ക് എത്താൻ എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ട്രെയിനിലാണ് വരാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ വടക്കാഞ്ചേരിയിലോ ഒറ്റപ്പാലത്തോ ട്രെയിനിലിറങ്ങാം. വടക്കാഞ്ചേരിയിൽ ഇറങ്ങിയാൽ കഷ്ടിച്ച് 20 കിലോമീറ്റർ യാത്ര, 24 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ ഇവിടെ എത്താം. ഒറ്റപ്പാലത്താണെങ്കിൽ 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതിയാകും. പഴയന്നൂരേക്ക് പോകുന്ന ധാരാളം ബസ് സർവീസുകൾ നമുക്കിവിടെ കാണുവാനാകും. ഗ്രാമമായതുകൊണ്ട് തന്നെ ബസ്സിന് ഏറെ പ്രാധാന്യമുള്ളത് കൊണ്ടും ധാരാളം ബസ്സുകൾ ഈ വഴിയിൽ സഞ്ചരിക്കുന്നുമുണ്ട്. റോഡരികത്ത് തന്നെ ക്ഷേത്ര ഗോപുരം കാണുന്നത് കൊണ്ട് ക്ഷേത്രം കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടാവുകയില്ല. പഴയന്നൂർ ക്ഷേത്രത്തിന് ഏറെ പ്രാധാന്യമുണ്ട്, വിശ്വാസങ്ങളിലും അതുപോലെ തന്നെ പ്രാർത്ഥനാ രീതികളിലുമെല്ലാം. അതിനെക്കുറിച്ച് പറയുവാനാണ് ഈ ദിവസം നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ആൽത്തറ കഴിഞ്ഞ് മുന്നോട്ട് നടന്നാൽ 3 തട്ടുകളിലുള്ള പ്രത്യേക രീതിയിലുള്ള ഗോപുരം കാണാം. ഈ ഗോപുരമാണ് പഴയന്നൂർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായി നാം മനസ്സിലാക്കുന്നത്. ഈ ഗോപുരം കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ വിശാലമായി നാം ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഓടുമേഞ്ഞ ക്ഷേത്രഭൂമി, ആ ക്ഷേത്രഭൂമിയെക്കുറിച്ചാണ് ഇന്നിനി നാം പറയാൻ പോകുന്നത്. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. പഴയന്നൂർ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. അന്നപൂർണേശ്വരി ക്ഷേത്രം അന്വേഷിച്ചാണ് നാം ഇവിടെ എത്തിയതെങ്കിലും ഇവിടെ എത്തുമ്പോൾ നാം മനസ്സിലാക്കുന്നു ഇവിടുത്തെ പ്രധാന മൂർത്തി മഹാവിഷ്ണുവാണ്. ശ്രീവിഷ്ണുവിൻ്റെ ചൈതന്യം നിലകൊള്ളുന്ന ശ്രീകോവിലിൽ വേണം ആദ്യം ദർശനം നടത്തുവാൻ. ഈ ക്ഷേത്രഭൂമിയിലെത്തിയാൽ നേരെ വാതിൽ കടന്ന് അകത്തേക്ക് വന്നാൽ ക്ഷേത്രഭൂമിയിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള വാതായനം നമുക്ക് കാണുവാനാകും. പഴയന്നൂരിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ കാണുന്ന കാഴ്ചയാണ്. അരയാൽ കഴിഞ്ഞ് ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് നാം കാണുന്നത് കോഴികളെയാണ്. നിറയെ കോഴികൾ, 1000 കോഴികൾ. ഇപ്പോൾ ഇച്ചിരി കുറവാണെന്ന് പറയാം, എന്നാൽ കുറച്ച് നേരം കൂടി കഴിയുമ്പോഴേക്കും ഈ മുറ്റമാകെ വന്ന് നിറയുന്ന കോഴികളെ കാണുവാനാകും. ഇങ്ങനെ കോഴികളെ കാണുമ്പോൾ ദേവീ ക്ഷേത്രമാണെന്ന് സങ്കല്പിക്കുമ്പോഴും കോഴിയെ ബലിയർപ്പിക്കുന്ന ഒരു ക്ഷേത്രഭൂമിയാണ് ഇത് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇവിടെ ദേവിയുടെ പ്രതിനിധികളായിട്ടാണ് കോഴികളെ കാണുന്നത്. അതുകൊണ്ട് കോഴികളെ ഒന്ന് വേദനിപ്പിക്കുന്ന രീതിയിൽ സ്പർശിക്കാൻ പോലും പാടില്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി അവരിവിടെ യഥേഷ്ടം വിഹരിക്കുന്നത്. നാം വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലേക്ക് എത്തിക്കഴിഞ്ഞു. ആദ്യം ഇവിടെ ദർശനം നടത്തി. ഇവിടുത്തെ സവിശേഷമായ ദർശന സൗഭാഗ്യം നേടിയെടുത്തുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ വിശദമായ കാഴ്ചകളിലേക്കും അറിവുകളിലേക്കും ഒക്കെ കടന്നു ചെല്ലാം. ചതുർബാഹുവായ മഹാവിഷ്ണു വിഗ്രഹം, ചൈതന്യമരുളുന്ന ക്ഷേത്രഭൂമി. പള്ളിപ്പുറത്തപ്പൻ എന്നാണ് ഭഗവാൻ ഇവിടെ അറിയപ്പെടുന്നത്. പഴയന്നൂർ ഭഗവതി ഇവിടെ സാന്നിധ്യമാകുന്നതിനും ഏറെക്കാലം മുൻപ് തന്നെ ഇവിടെ മഹാവിഷ്ണു ക്ഷേത്രമുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ സാന്നിധ്യമായാണ്, മഹാവിഷ്ണു വിഗ്രഹമാണ് എങ്കിലും ശ്രീകൃഷ്ണ ചൈതന്യമായാണ് ഭഗവാൻ ഇവിടെ നിലകൊള്ളുന്നത്. വിഷ്ണു ക്ഷേത്രം എന്ന് പറയുമ്പോഴും കൃഷ്ണ ചൈതന്യത്തെ കാണുന്നതിൻ്റെ സംതൃപ്തിയും ലാളിത്യവും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഭക്തർ ഇവിടേക്ക് എത്തുന്നത്. അവിടെ ദർശനം നടത്തി വീണ്ടും മുന്നിലേക്ക് നടന്ന് ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഉപദേവതാമൂർത്തികളായി ഗണപതിയും ശിവനും അയ്യപ്പനും സാന്നിധ്യം കൊള്ളുന്ന തിരുനടയിൽ നാം എത്തുന്നു. വിഷ്ണോദമയ മനഃശമയ വിഷയ മൃഗതൃഷ്ണ ഭൂതദയാ
വിഘ്നേശ്വരൻ, അയ്യപ്പൻ, ശിവൻ എല്ലാം സാധാരണമായ രീതിയിലുള്ള ശിലകളിലാണ് സാന്നിധ്യമരുളുന്നത് എന്നത് ഒരു സവിശേഷതയായി ഇവിടെ നമുക്ക് എടുത്തു പറയുവാനാകും. വട്ടശ്രീകോവിലാണ് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ. ഈ വട്ടശ്രീകോവിൽ ചെറിയ വട്ടശ്രീകോവിലാണ് എങ്കിലും ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കത്തെ സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ പ്രണാളയാണ്. പ്രണാളയിൽ ആദ്യം തന്നെ മകരസിംഹത്തിൻ്റെ മുഖം നമുക്ക് കാണാം. തുടക്കത്തിൽ മകരസിംഹത്തിൻ്റെ മുഖം, അത് കഴിഞ്ഞ് അതിൻ്റെ ചുണ്ട് നീണ്ട് വന്നിരിക്കുന്നതും അതിന് താഴെയായി ശിവഭൂതഗണം ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്നതുമായ കാഴ്ചയാണ് കാണുന്നത്. വളരെ പഴയ ക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന രീതിയിൽ തീർത്ഥവാരി ഇങ്ങനെ വരുന്നത് കൊണ്ട് ക്ഷേത്ര പഴമയെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ നമുക്ക് ലഭിക്കുന്നു. ക്ഷേത്രം ഏത് കാലത്ത് നിർമ്മിച്ചു എന്ന് പറയാനാകുന്നില്ല എങ്കിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. പൂജാസമയ വേളയിൽ ഉയരുന്ന വാദ്യങ്ങൾക്കൊപ്പം നമുക്ക് ക്ഷേത്ര ദർശനത്തിന്റെ മഹത്വം ഒന്നുകൂടി അടുത്തറിയാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ചതുർബാഹുവായ മഹാവിഷ്ണു വിഗ്രഹം പള്ളിപ്പുറത്തപ്പൻ എന്ന് നാട്ടുകാരെല്ലാവരും ഒരേ മനസ്സോടുകൂടി വിളിക്കുമ്പോൾ ഭഗവാനെ ശ്രീകൃഷ്ണ എന്ന് വിളിക്കാനാണ് ഭക്തർ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃഷ്ണക്ഷേത്രം എന്ന് നാട്ടുകാർ പറയുന്നത് നമുക്ക് കേൾക്കാം. എന്നാൽ ഇവിടുത്തെ സങ്കല്പം മറ്റൊരു തരത്തിലുള്ളതാണ്. ഈ ഒരു ശ്രീകോവിലിൻ്റെ ആകൃതിയും അതിൻ്റെ ഘടനയും പറയുമ്പോൾ തന്നെ അത് മനസ്സിലാക്കിയെടുക്കുവാനുമാകും. നന്നേ ചെറിയ നമസ്കാര മണ്ഡപം, സാധാരണ മറ്റുള്ള നമസ്കാര മണ്ഡപം തൊട്ടു മുന്നിലായുള്ള വട്ടശ്രീകോവിലുമാണിത്. എന്നാൽ ഭഗവാന്റെ ദൃഷ്ടി ചെന്ന് നിൽക്കുന്നത് നേരെ മുന്നിലെ കുളത്തിലാണ്, കുളക്കടവിലാണ്. അതായത് ക്ഷേത്രത്തിന് നേരെ മുന്നിൽ ഗോപുരമില്ല, കുളപ്പടവാണ് ഉള്ളത്. അതുകൊണ്ട് ജലദൃഷ്ടിയായി നിൽക്കുന്ന മഹാവിഷ്ണുവാണെങ്കിൽ സാധാരണയായി അങ്ങനെ ജലദൃഷ്ടിയായി നിൽക്കുന്നത് നരസിംഹമൂർത്തിയാണ്. അതുകൊണ്ട് ഇവിടെ നരസിംഹമൂർത്തി ചൈതന്യവും നിലകൊള്ളുന്നു. അതിനും ഒരു വിശ്വാസമുള്ളത്, പ്രഹ്ലാദൻ നരസിംഹമൂർത്തി അവതാരം കൈക്കൊണ്ടതിന് ശേഷം പിന്നീട് പ്രഹ്ലാദൻ മുന്നിലേക്ക് വന്നപ്പോൾ പ്രഹ്ലാദൻ്റെ അഭ്യർത്ഥനയെ മാനിച്ച് മഹാവിഷ്ണു തൻ്റെ സാധാരണ രൂപം, മഹാവിഷ്ണു രൂപം, 4 കൈകളോടുകൂടി നിൽക്കുന്ന രൂപം പ്രഹ്ലാദന് മുന്നിൽ കാണിച്ചു കൊടുത്തുവെന്നും അതേ ഭാവത്തിൽ, അതായത് പ്രഹ്ലാദ പ്രസീതം, പ്രഹ്ലാദനെ സന്തോഷിപ്പിച്ച അതേ ഭാവത്തിൽ ഭഗവാൻ ഇവിടെ നിൽക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ നരസിംഹമൂർത്തി ചൈതന്യവും ഒത്തുചേരുന്നു. അങ്ങനെ മഹാവിഷ്ണു രൂപത്തിൽ ശ്രീകൃഷ്ണനെ ദർശിച്ച് നരസിംഹ ചൈതന്യത്തെ അറിഞ്ഞുകൊണ്ട് വേണം ഇവിടെ പ്രാർത്ഥിക്കുവാനെന്നർത്ഥം. പള്ളിപ്പുറത്തപ്പൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ പള്ളിപ്പുറത്തപ്പൻ്റെ ചൈതന്യം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ക്ഷേത്രത്തെ ആകെ വലം വെച്ച് വരുമ്പോൾ മറ്റെന്തൊക്കെ കാഴ്ചകൾ കാണുവാനാകും എന്ന് കൂടി നോക്കാം നമുക്ക്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കഴിഞ്ഞാൽ പിന്നീട് ശ്രീകോവിലിന് പുറത്തേക്ക് വന്ന് ചുറ്റമ്പലത്തെ ഒന്ന് വലം വെച്ച് ക്ഷേത്രമൂർത്തികളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പിന്നീട് നമുക്ക് പഴയന്നൂർ അന്നപൂർണേശ്വരിക്ക് മുന്നിലെത്തുവാൻ. പഴയന്നൂർ അന്നപൂർണേശ്വരി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ പ്രാധാന്യം മുഴുവനും പള്ളിപ്പുറത്തപ്പന് തന്നെയാണ്, മഹാവിഷ്ണുവിന് തന്നെയാണ്. അങ്ങനെ മഹാവിഷ്ണുവിനെ ദർശിച്ച് നാം പുറത്തേക്ക് എത്തുന്നു. പഴയന്നൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയുള്ള കോഴികളാണ് എന്ന് പറഞ്ഞുവല്ലോ. ദേവി കോഴിയുടെ രൂപത്തിലാണ് ആദ്യം ഇവിടേക്ക് വന്നത് എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് നാം എന്ത് പറഞ്ഞാലും, ഇവിടേക്ക് എത്തി എന്ത് പറഞ്ഞാലും എന്ത് കണ്ടാലും അതിനോടൊപ്പം തന്നെ ഈ കോഴികളെയും കാണേണ്ടതുണ്ട്. അവർ സ്വൈര്യവിഹാരം നടത്തുന്ന, യഥേഷ്ടം സഞ്ചരിക്കുന്ന, യാതൊരു ഭയവുമില്ലാതെ സഞ്ചരിക്കുന്നൊരു ക്ഷേത്രഭൂമിയാണിത്. ഇവിടുത്തെ ഒരു സവിശേഷമായ വഴിപാടുണ്ട്, കോഴിയെ പറപ്പിക്കൽ. ഇവിടെ വന്ന് ക്ഷേത്രഭൂമിയിലെത്തി പ്രത്യേകിച്ചുള്ള ആചാരങ്ങളോടുകൂടി കോഴിയെ നമ്മൾ തന്നെ കൊണ്ടുവന്ന് ഇവിടെ എത്തി കൈയും കൊക്കും കഴുകിച്ചതിന് ശേഷം നടയിൽ എത്തി പ്രാർത്ഥിച്ച് പറപ്പിക്കലാണ് ഇത്. ഇങ്ങനെ പറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതുവരെയുള്ള ജന്മങ്ങളിലെ എല്ലാ ദോഷങ്ങളും ഇല്ലാതെയായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ധാരാളം ഭക്തർ അതിനായി ഇവിടേക്ക് എത്താറുണ്ട്. അങ്ങനെ പറപ്പിക്കുന്ന കോഴികളൊക്കെ പിന്നെ ഇവിടെ തന്നെ അങ്ങ് വളരും. അതാണ് സംഭവിക്കുന്നത്. ഇവരെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ, കൊന്നുകളയുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ദ്രോഹിക്കുവാനോ ഒരു ഭക്തരും തയ്യാറാകില്ല. ഭക്തർ തയ്യാറാകില്ല എന്നല്ല, പല ജാതിയിലും മതത്തിലും പെട്ട ഒരു മനുഷ്യരും തയ്യാറാകില്ല. അങ്ങനെ ചെയ്താൽ പഴയന്നൂർ ദേവിയുടെ കോപം അവരിൽ വന്ന് പതിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അവർ സമാധാനത്തോടു കൂടി ഒച്ചയുണ്ടാക്കി ബഹളമുണ്ടാക്കി ചിലപ്പോഴൊക്കെ ഒരു കോഴിപ്പോരൊക്കെ നടത്തി അങ്ങനെ സ്വൈര്യവിഹാരം നടത്തുക തന്നെ. ക്ഷേത്രത്തെ വലം വെച്ച് വരുമ്പോൾ ഏതാണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പോൾ പ്രദക്ഷിണപാതയിൽ തന്നെ ശ്രദ്ധിച്ചു വന്നാൽ പ്രദക്ഷിണപാതയിലെ ഒരു കല്ലിൽ ഒരു ആമയുടെ രൂപം കാണുവാനാകും. ഈ ആമയുടെ രൂപം കാണുന്നിടത്ത് ഒന്ന് നിന്ന് ഒരു നിമിഷം നേരെ മുന്നിലേക്ക് നോക്കി പ്രാർത്ഥിക്കണമത്രേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഇവിടെ നിന്ന് നേരെ മുന്നിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ നാം ഗുരുവായൂരപ്പനെയാണ് തൊഴുന്നത്.
അതിനുവേണ്ടി ആ ഒരു ഓർമ്മ കിട്ടുന്നതിന് വേണ്ടി ഗുരുവായൂരപ്പൻ്റെ ഒരു ചിത്രവും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന ഭക്തരെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി വടക്കോട്ട് തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാറുണ്ട്. ഈ ദൃശ്യം ചെന്നെത്തുന്നത് ഗുരുവായൂരപ്പന് മുന്നിലാണെന്നും ഗുരുവായൂരപ്പൻ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ എത്തി നമ്മളെ കാണുന്നുണ്ട് എന്നും വിശ്വസിക്കുന്നു. നാമജപത്തിന്റെ ഐശ്വര്യവുമായി ഭഗവതി ഹേശിതി കണ്ഠ കുടുംബിനി ഭൂരി കൃതേ. ഉപനിഷത്തിന്റെ പൊരുൾ തേടി സംവത്സരങ്ങൾ കഴിഞ്ഞാൽ പോലും അജ്ഞാനികൾക്ക് ഈശ്വരൻ എവിടെയാണെന്നറിയില്ല. ഭാഗവത കഥാസാരവുമായി ഭഗം എന്ന് പറയുന്ന ഗുണമുള്ള ഈശ്വരൻ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു. ഈശ്വര സന്നിധിയിൽ 1000 ദീപങ്ങൾ ഒഴിഞ്ഞ പുണ്യവുമായി നിങ്ങളുടെ സന്ധ്യാനേരങ്ങളെ ഭക്തിയുടെ നൈർമല്യതയിലേക്ക് കൈപിടിച്ചുയർത്തുന്നു സന്ധ്യാദീപം. ദിവസവും വൈകുന്നേരം 6:30. പഴയന്നൂർ അന്നപൂർണേശ്വരി സങ്കല്പം നിലകൊള്ളുന്ന ക്ഷേത്രഭൂമി. ഇവിടെ എത്തി പള്ളിപ്പുറത്തപ്പനെയും ഗുരുവായൂരപ്പനെയും ദർശിച്ചതിന് ശേഷം ഇനി നമുക്ക് അന്നപൂർണേശ്വരി സങ്കല്പം ഇവിടെ വന്നതിനെ പറ്റിയുള്ള ഐതിഹ്യം പറയാം. ഒരിക്കൽ ഒരു കൊച്ചി രാജാവ് അയൽ രാജാക്കന്മാരുടെ ആക്രമണത്തെയൊക്കെ ഭയന്ന് ഇതിൽ നിന്നൊക്കെ ഒരല്പം സമാധാനത്തോടു കൂടി ഇരിക്കുന്നതിന് വേണ്ടി കാശിയിലേക്ക് പോയി അത്രേ. കാശിയിൽ തീർത്ഥയാത്ര നടത്തുന്ന വേളയിൽ അദ്ദേഹം പുരാണപുരി എന്ന ദേശത്തെത്തുകയും അവിടെ വെച്ച് ദുർഗാദേവിയെ ഉപാസിക്കുകയും ചെയ്തു. ശക്തിയോടുകൂടി ഭഗവതി സങ്കല്പത്തെ ഉപാസിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പുരാണപുരിയിൽ നിന്ന് പിന്നീട് പുറപ്പെടുമ്പോൾ തൻ്റെ നാട്ടിൽ ഈ ഒരു ദേശത്ത് കൊച്ചി രാജ്യത്ത് ദേവിയുടെ സാന്നിധ്യം എപ്പോഴും വേണമെന്നും ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന ശക്തിവിശേഷമായ അമ്മ ഇവിടെ കുടികൊള്ളണമെന്നും ആഗ്രഹിച്ചു. ഭക്തൻ്റെ ആഗ്രഹപ്രകാരം ഭക്തനോടൊപ്പം അമ്മ പുറപ്പെട്ടു. ഇങ്ങനെ അമ്മ വന്നത് ഒരു കോഴിയുടെ രൂപത്തിലായിരുന്നു എന്നാണ് വിശ്വാസം. അവരുടെ യാത്ര അവിടെ നിന്ന് പുരാണപുരിയിൽ നിന്ന് പുറപ്പെട്ട യാത്ര ഇവിടെ ആദ്യം എത്തി പഴയന്നൂരിൽ എത്തിയപ്പോൾ ആദ്യം ക്ഷേത്രഭൂമിയിൽ എത്തുമ്പോൾ തന്നെ നാം കാണുന്ന ഒരു വലിയ ആൽത്തറ ഉണ്ടല്ലോ. അവിടെ വെച്ച് നാം പറയുകയും ചെയ്തു ഇതാണ് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന്. ഉണ്ണി ആൽത്തറ, അവിടെയാണ് ദേവി ആദ്യം വന്ന സാന്നിധ്യം അറിയത്. രാജാവിനോടൊപ്പം ഇവിടെ എത്തുകയും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ ഇവിടെ ആദ്യം ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു. പള്ളിപ്പുറത്തപ്പൻ്റെ ക്ഷേത്രഭൂമി ഇവിടെ ഉണ്ടായിരുന്നു താനും. അങ്ങനെ കോഴിയുടെ രൂപത്തിൽ പുരാണപുരിയിൽ നിന്ന് വന്ന ദേവി, പുരാണപുരി എന്ന നാമമാണ് പിന്നീട് ലോപിച്ച് പഴയന്നൂരായി മാറിയത് എന്നും പറയപ്പെടുന്നു. പഴയന്നൂർ ഭഗവതി ഇവിടെ വന്നതോടുകൂടി പള്ളിപ്പുറം എന്ന ദേശം പിന്നെ പഴയന്നൂരായി മാറി. ഇതാണ് സ്ഥലത്തെക്കുറിച്ച് പറയുവാനാകുന്ന ചരിത്രം. പിന്നീട് കൊച്ചി രാജാക്കന്മാരുടെ പരദേവതയായി മാറുകയായിരുന്നു പഴയന്നൂർ ഭഗവതി. കൊച്ചി രാജ്യം കേരളത്തിനോട് ചേർത്തപ്പോൾ അത് ഇവിടെ വെച്ച് ദേവിക്ക് മുന്നിൽ വെച്ച് സാക്ഷ്യപ്പെടുത്തിയാണ് അങ്ങനെ ചെയ്തത് എന്നും പറയുന്നു. ഇതാണ് ഏകദേശം ഒരു ഐതിഹ്യം. ജയ ഭഗവതി ദേവി നമോ വരദേ, ജയ പാപ വിനാശിനി ബഹുബലദേ, ജയ ശുംഭ നിശുംഭ കപാലധരേ, പ്രണമാമി തു ദേവി നരാതിഹരേ. ജയ ചന്ദ്ര ദിവാകര നേത്രധരേ, ജയ പാവക ഭൂഷിത വക്രവരേ, ജയ ഭൈരവ ദേഹനി നീലപരേ, ജയ അന്ധക ദൈത്യ വിശോഷകരേ. പഴയന്നൂർ ഭഗവതി ക്ഷേത്രം ഇപ്പോൾ നാം കാണുന്നത് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാവുന്ന, യഥാർത്ഥത്തിൽ നാലമ്പലത്തിനകത്തേക്ക് എന്ന സങ്കല്പം പോലെ തന്നെ അകത്തേക്ക് പ്രവേശിക്കാവുന്ന കവാടമാണ്. അത് കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിച്ചാലാണ് നാം ശ്രീകോവിലിന് നേരെ മുന്നിൽ ചെന്നെത്തുക. ശ്രീകോവിൽ ഇവിടെ നമുക്ക് ദ്വാരപാലകന്മാരെ കാണുവാനാകും. അതിലൊരു സവിശേഷതയുള്ളത് വാളേന്തിയ സ്ത്രീ രൂപങ്ങളാണ് ഇവിടെ കാണുന്നത് എന്നാണ്. അകത്ത് കുടികൊള്ളുന്ന ദേവി ചൈതന്യമായതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേകതയെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കുവാനുമാകും. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾക്ക് ഒരുപാട് പുതുമകളുണ്ട്. വിശ്വാസത്തിൽ അതിലേറെ വിഷ്ണു ക്ഷേത്രമാണ് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്നും കൊച്ചി രാജാവിനോടൊപ്പം കോഴിയുടെ രൂപത്തിലാണ് ദേവി ഇവിടേക്ക് വന്നത് എന്നും പറഞ്ഞുവല്ലോ. ഇവിടെ ഉണ്ണി ആൽത്തറയിൽ എത്തിയപ്പോൾ ദേവി ഞാനിനി ഇവിടെ ഇരുന്ന് കൊള്ളാമെന്ന് പറഞ്ഞു. ഇങ്ങനെ കൊച്ചി രാജാവ് അതിനു വേണ്ടുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാൻ തയ്യാറായി നിൽക്കുന്ന വേളയിൽ തന്നെ മറ്റൊരു അനുഭവം ഇവിടെ ക്ഷേത്രഭൂമിയിലുള്ളവർക്കുണ്ടായി.
യഥാർത്ഥത്തിൽ ആ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. ഇവിടെ ക്ഷേത്രത്തിലെ തന്ത്രിയും മേൽശാന്തിയും എല്ലാം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഒരു പെൺകുട്ടി ഇവിടേക്ക് കടന്നു വന്നു. എനിക്കും കൂടി ഭക്ഷണം തരുമോ, നേത്യത്തിൻ്റെ ഒരു പങ്ക് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു അത്രേ. തിടപ്പള്ളിക്കുള്ളിൽ കയറി ഇരിക്കുകയും ചെയ്തിരുന്നു. ഇതിനുള്ളിൽ തന്നെ ദേവി ബാലികയുടെ രൂപത്തിൽ ചമ്രം പടിഞ്ഞിരുന്ന് ദേവി അവിടെ ഇരുന്ന് ഭക്ഷണം ആവശ്യപ്പെടുകയും മേൽശാന്തിയും തന്ത്രിയും ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ചെയ്തു. അത് ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ആ ബാലിക അപ്രത്യക്ഷയായി. അപ്പോഴാണ് അത് ദേവി സാന്നിധ്യം തന്നെയാണെന്ന് മനസ്സിലാകുകയും അവിടെ തന്നെ ദേവി ചൈതന്യം വിഗ്രഹ രൂപത്തിൽ ഉണ്ടായി വരണം എന്നുള്ള കാര്യം മനസ്സിലാകുകയും ചെയ്തത്. അതുകൊണ്ട് പഴയ ക്ഷേത്രത്തിൽ, അതായത് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയിലാണ് ഇന്ന് ദേവി ഇരിക്കുന്നത്, പഴയ ക്ഷേത്രത്തിൻ്റെ വലിയ അമ്പലത്തിൽ. യഥാർത്ഥത്തിൽ ഇങ്ങനെ അഗ്നികോണിൽ ഭഗവതി സാന്നിധ്യം ഉണ്ടാകുന്ന മറ്റൊരു ക്ഷേത്രഭൂമി നമുക്ക് കാണുവാനേ ആവില്ല. പഴയ ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയാണ് ഇന്ന് ശ്രീകോവിലായി മാറിയിരിക്കുന്നത്. അതുമാത്രമല്ല, ദേവി ഭക്ഷണം കഴിക്കാൻ ഒരുമ്പെട്ടിരിക്കുന്ന ഭാവത്തിലാണ് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. കയ്യിൽ ചട്ടുകയും കോരുകയും ഉള്ളതുകൊണ്ട് അന്നപൂർണേശ്വരിയെ സങ്കല്പിക്കുന്നു എങ്കിലും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്ന ഭാവം തന്നെയാണ് ദേവിക്ക്. അതുകൊണ്ട് തന്നെ ഇന്ന് ശ്രീകൃഷ്ണൻ നടത്തുന്ന നിവേദ്യം, വിഷ്ണു ഭഗവാൻ നടത്തുന്ന നിവേദ്യത്തിൻ്റെ എല്ലാം 1/3 പങ്ക്, അല്ലെങ്കിൽ അവിടെ നടത്തുന്ന നിവേദ്യത്തിൻ്റെ മുഴുവൻ പങ്കും ദേവിക്കുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നു. അത് അന്നത്തെ ആ വിശ്വാസത്തിൻ്റെ പിന്തുടർച്ചയാണ് എന്നുള്ളത് കൊണ്ടും ഈ ക്ഷേത്രഭൂമിക്ക് സവിശേഷമായ കാഴ്ചകളുണ്ട് എന്നും വിശ്വാസമുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കുവാനാകും. ഏതായാലും പഴയന്നൂർ ഭഗവതി അന്നപൂർണേശ്വരിയായി കുടികൊള്ളുന്നത് ഇവിടെ പഴയകാലത്തെ തിടപ്പള്ളിയായിരുന്ന ഇന്നത്തെ ശ്രീകോവിലാണ്. ഇനി ക്ഷേത്ര കാഴ്ചകൾ കാണുമ്പോൾ അത് അപരിചിതത്വം തോന്നുന്നുണ്ടല്ലോ. തുടക്കത്തിലെ നാം പറഞ്ഞു, 2009 അഗ്നിബാധയോടുകൂടിയാണ് മാധ്യമങ്ങളിൽ ഈ ക്ഷേത്രം ശ്രദ്ധിക്കപ്പെടുന്നത് ഏറെയായി. ആ അഗ്നിബാധയ്ക്ക് ശേഷം വേണ്ടിവരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇന്നും പൂർണ്ണമായിട്ടില്ല എന്നാണ് നമുക്ക് കാണുവാനാകുന്നത്. ശ്രീകോവിലുകൾക്കും തിടപ്പള്ളിക്കും ഒന്നും പറ്റിയില്ല എങ്കിലും ചുറ്റമ്പലത്തിനും അതുപോലെ ഉള്ള മറ്റുള്ള കാഴ്ചകൾക്കുമൊക്കെ മറ്റുള്ള ഒരുപാട് പഴയകാല നിർമ്മിതികൾക്ക് പൂർണ്ണമായും നാശം സംഭവിച്ചു പോയി. അതുകൊണ്ട് പഴയ രീതിയിലുള്ള ശില്പനിർമ്മാണങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന, ദാരുവിൽ തീർത്ത ധാരാളം രൂപങ്ങളുണ്ടായിരുന്ന ക്ഷേത്രഭൂമിയാണ് ഇത്. അതെല്ലാം കത്തി നശിച്ചു പോയിട്ട് വീണ്ടും ഒരു പുനരുദ്ധാരണ പ്രവർത്തനം പൂർണ്ണമാകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്രഭൂമി ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് കാഴ്ചകൾ ഇങ്ങനെ പലപ്പോഴും അപൂർണമായും അതല്ലെങ്കിൽ പലതരത്തിലും താൽക്കാലികമായിട്ടുള്ള മറകൾ കൊണ്ട് വെച്ചിരിക്കുന്നതായിട്ടും ഒക്കെ കാണുന്നത്. കാഴ്ചകളിലെ വ്യത്യസ്തത മനസ്സിലായല്ലോ. ഇവിടെ ചില പ്രത്യേകതകളുള്ളത്. വിഷ്ണു ക്ഷേത്രമാണ് പ്രധാനമായും ഇവിടെ ഉള്ളത് എന്നുള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ ശിവേലി സമയത്ത് പുറത്തേക്ക് എഴുതുന്ന ശിവേലി ബിംബം ദേവിയെ കൂടി വലം വയ്ക്കാറുണ്ട്. അത് മറ്റു ക്ഷേത്രങ്ങളിൽ പതിവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മഹാവിഷ്ണുവിന്, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ശ്രീകൃഷ്ണ ഭാവം കൂടി വന്നിരിക്കുന്നത്. ദേവിക്ക് സഹോദര ഭാവത്തിലേക്ക് മാറുകയായിരിക്കണം ഈശ്വരൻ ഇവിടെ. അങ്ങനെ വലം വെച്ച് വരുന്നത്, ശിവേലിയുടെ സമയത്ത് വലം വെച്ച് വരുന്ന കാഴ്ചയും ഇവിടെ ശിവേലി സമയത്ത് എത്തിയാൽ കാണാം. ദേവിയുടെ ശക്തിവിശേഷങ്ങളെ വർണ്ണിക്കുവാൻ ഏറെ അത്ഭുത കഥകളും ഐതിഹ്യ കഥകളുമായാണ് ഈ നാട്ടുകാർ ജീവിക്കുന്നത്. അവരുടെ മനസ്സിൽ പഴയന്നൂർ അമ്മ എന്നാൽ അവരുടെ മുഴുവൻ ശക്തിവിശ്വാസവും അവരെ മുഴുവൻ മുന്നോട്ട് നയിക്കുന്ന നന്മയുമാണ്. അതുകൊണ്ട് തന്നെ ദേവിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥകൾ പറഞ്ഞു തരുന്നതിനായാലും മേൽശാന്തി ഉൾപ്പെടെയുള്ള, മേൽശാന്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. അതായത് ഇവിടെ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിൽ ദേവിക്ക് ചുറ്റും വലം വയ്ക്കുവാനായി ആകെ ബ്രാഹ്മണർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ബാക്കി ആർക്കും, അതായത് ശ്രീകോവിലിനകത്ത് പ്രവേശിക്കുന്നവർക്ക് മാത്രമേ ദേവിയെ വലം വയ്ക്കാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ നാം വലം വയ്ക്കുകയാണെങ്കിൽ മുഴുവൻ വിഷ്ണു ക്ഷേത്രം ഉൾപ്പെടെ വലം വെച്ച് വരാനേ ആവുകയുള്ളൂ. അതും ഒരു സവിശേഷമായ കാര്യമാണെന്ന് പറയാം. എല്ലാവരുടെ മനസ്സിലും കത്തി നിൽക്കുന്ന നാളമായി, ദീപമായി, ജ്യോതിയായി ദേവി തിളങ്ങി നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ ദേവി എത്തിയത് കോഴിയുടെ രൂപത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ദേവിയുടെ വാഹനമാണ് കോഴി എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടും ഒക്കെ തന്നെ ദുർഗാദേവിയായും ഭഗവതിയായും മഹാലക്ഷ്മിയായും ശ്രീ പാർവതിയായും അങ്ങനെ എല്ലാ ദേവീ സങ്കല്പങ്ങളുമായും ദേവിയെ ആരാധിക്കുന്നു. ഓരോ വിവിധങ്ങളായ ഭാവങ്ങളിൽ പ്രത്യേകിച്ചുള്ള ആചാരങ്ങളുമുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇവിടെ വാങ്ങുന്നു. നമസ്കാരം. വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരഭൂഷണായ